Hi friends, welcome to our channel. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് ആൻറ്റി ഏജിങ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ്. അതുപോലെ തന്നെ എനിക്ക് കോൾഡ് ആണ് കേട്ടോ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ചേഞ്ചസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും സൗണ്ടിലൊക്കെ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേയായിട്ട് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് അല്ലെങ്കിൽ ബോഡി പാക്ക് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് ഫേസിലും ബോഡിയിലും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ആദ്യം തന്നെ പറയാം, ഒരു 10-12 വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാം. ഇത് വീക്കിലി 3 ടൈംസ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ, വീക്കിലി 3 ടൈംസ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് പറയാം. ഒന്നിട്ട് സ്കിൻ കളർ നന്നായിട്ട് നമുക്ക് ഇമ്പ്രൂവ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സ്കിൻ കളർ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് തിരിച്ചു പിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാവുന്ന ഡിസ്കളറേഷൻ, ടാൻ, പിഗ്മെന്റേഷൻ അതൊക്കെ മാറി സ്കിൻ നല്ല ക്ലിയർ, സ്മൂത്തും സോഫ്റ്റും ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് വർഷം പഴക്കമുള്ള ഫേസിൽ പഴക്കമുള്ള ആ ഒരു പിമ്പിൾസ് വന്നുപോയിട്ടുണ്ടായിട്ടുള്ള പാടുകളുണ്ടല്ലോ, അത് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഡെഡ് സെൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറിയിട്ട് പുതിയ നല്ല സെൽസ് വരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മളിതൊരു വീക്കിലി 3 ടൈംസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്തോണം വാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ നമ്മൾ മസാജ് ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് നന്നായിട്ട് ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ആയി പോകും. പഴയ ചത്തു പോയിട്ടുള്ള സെൽസ് ഉണ്ടല്ലോ, അതെല്ലാം നന്നായിട്ട് റിമൂവ് ആയിട്ട് പുതിയ സെൽസ് വരുമ്പോൾ നന്നായിട്ട് ലൈറ്റൻ ആയിട്ടുള്ള സെൽസ് ഒക്കെ വന്ന് സ്കിൻ നല്ല ബ്രൈറ്റൻ ആയിട്ടിരിക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നല്ലൊരു സ്മൂത്ത് ആയിട്ട് നമ്മുടെ സ്കിൻ ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഉണ്ടെങ്കിൽ അത് മാറും. പിഗ്മെന്റേഷൻ, ഡിസ്കളറേഷൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് കണ്ണിന് ചുറ്റും ഇത് അപ്ലൈ ചെയ്യാം. കണ്ണിന് ചുറ്റുമുള്ള ആ ഒരു കറുപ്പ് നിറം മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ എന്തായാലും നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കണേ നോക്കാം. ഫേസ് പാക്ക് അല്ല, ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തോടൊപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ വരും, അപ്പോൾ ഓളുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം വേണ്ടുന്നത് ഞവരരിയാണ് കേട്ടോ. ഇത് വന്നിട്ട് ഞവരരിയാണ്, അങ്ങാടിക്കടയിൽ വാങ്ങാനായിട്ട് കിട്ടും. 1 കിലോയ്ക്ക് റേറ്റ് കുറവാണ്. അപ്പോൾ നമുക്കൊരു 100 ഗ്രാമോ മറ്റോ വാങ്ങിച്ചാൽ മതിയും, 10-20 രൂപയാവത്തുള്ളൂ. അപ്പോൾ ഇത് വാങ്ങിക്കൊണ്ട് വന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. അപ്പോൾ ഞാൻ ഏകദേശം എൻ്റെ കൈക്ക് 2 പിടിയാണ് എടുത്തേക്കുന്നത്. ഇതൊരു രാത്രി മുഴുവൻ നിങ്ങൾക്ക് വെള്ളത്തിലിട്ട് കുതിർക്കാം, അതല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 3 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർക്കണം. അതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. മാക്സിമം നിങ്ങൾക്ക് എത്ര പേസ്റ്റ് ആക്കാൻ പറ്റുമോ അത്രത്തോളം പേസ്റ്റ് ആക്കുക. അപ്പോൾ അരയ്ക്കാനായിട്ട് ഞാനിവിടെ റോസ് വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് പാലോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാവുന്ന പാല് അല്ലെങ്കിൽ തൈര് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ, അത് നിങ്ങൾക്ക് അരയ്ക്കാനായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഓയിലി സ്കിന്നുകാർ കൂടുതലായിട്ടും റോസ് വാട്ടർ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിനെ നല്ല രീതിയിൽ നല്ല പേസ്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഇതിനെ അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞവര അരിയാണ്, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ചെറിയ രീതിയിലുള്ള തരികളുണ്ടാവും. അപ്പോൾ നമുക്ക് ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. സ്കിന്നും ബോഡിയൊക്കെ നല്ല രീതിയിൽ കളർ വയ്ക്കാനും പിഗ്മെൻറ്റേഷൻ മാറാനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നമ്മൾ അരച്ചെടുത്ത ഞവരരി അരച്ചത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഫേസിലേക്ക് വേണ്ടി മാത്രമാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ബോഡിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണോളം അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂണോളം എടുക്കാം. അതിലേക്ക് ഞാൻ നമ്മുടെ ലിക്വറൈസ് പൗഡർ, അതായത് ഇരട്ടി മധുരത്തിൻ്റെ പൗഡറാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇരട്ടി മധുരം ഇല്ലയെന്നുണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞൾ ചേർക്കാം, അതും അല്ലെങ്കിൽ കടലമാവ് ചേർക്കാം, അതും അല്ലെങ്കിൽ ഗോതമ്പ് പൊടി, അതും അല്ലെങ്കിൽ ഓട്സ് പൗഡർ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം. നോർമൽ മഞ്ഞളുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം ഇരട്ടി മധുരം ചേർക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഹണി ചേർക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂണോളം ഹണി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ അരച്ചെടുത്ത ഞവരരി കുറച്ച് തിക്കാണ്. അപ്പോൾ നമ്മൾ ചേർത്തേക്കുന്ന ആ ഒരു ലിക്വറൈസ് പൗഡറുമായിട്ട്, അതായത് ഇരട്ടി മധുരത്തിൻ്റെ പൗഡറുമായിട്ട് നല്ല രീതിയിൽ ഇത് മിക്സ് ആവണം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പം കുറച്ച് തിക്കാവും. അപ്പോൾ അത് ലൂസ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നിന് എന്താണോ സ്യൂട്ട് ആവുന്നത്, അതായത് പാലെടുക്കാം, തൈരെടുക്കാം, റോസ് വാട്ടർ, പൊട്ടറ്റോ ജ്യൂസ് അങ്ങനെ എന്തുവേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ പാലാണ് എടുക്കുന്നത്. നല്ല രീതിയിൽ പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് ഞാൻ പാലെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് സ്പൂണിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ നല്ല കട്ടിക്ക് തിക്കായിട്ട് അകത്തൊക്കെ ഇങ്ങനെ പറ്റിയിരിപ്പുണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ലപോലെ തന്നെ വീണ്ടും പാത്രത്തിലേക്ക് കൈകൊണ്ട് എടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഫേസിനും നെക്കിനും വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ബോഡിക്ക് തേക്കാനാണെങ്കിൽ മാക്സിമം ഒരു 3 ടേബിൾ സ്പൂണെങ്കിലും എടുക്കണം. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കടലമാവോ ചെറുപയർ പൊടിയോ ഓട്സ് പൗഡറോ കസ്തൂരി മഞ്ഞളോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം. അതായത് നമ്മളെടുത്ത ഇരട്ടി മധുരത്തിന് പകരമായിട്ടാണ്. മഞ്ചിഷ്ടയുടെ പൗഡർ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ മഞ്ചിഷ്ടയുടെ പൗഡർ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ പാലൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പാൽ അധികമായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചെങ്കിൽ തിരിച്ച് മാറ്റി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതിനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യണതിന് മുന്നേ ആയിട്ട് നമ്മൾ ഫുൾ ബോഡിയിലും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളം കൊണ്ട് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ബോഡിയിലെല്ലാം അപ്ലൈ ചെയ്ത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്തുകൊണ്ട് വാഷ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ വീക്കിലി 3 ടൈംസാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ, ഒരു 2-3 മിനിറ്റെങ്കിലും മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഒരുപാട് പ്രസ് ചെയ്ത് മസാജ് ചെയ്യേണ്ട, വളരെ മൈൽഡായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ വർഷങ്ങൾ പഴക്കമുള്ള നമ്മളെ പുറത്തുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഫേസിലുണ്ടായിട്ടുള്ള പാടുകളുണ്ടല്ലോ, അതിനകത്ത് ഒരുപാട് ഡെഡ് സെൽസ് ഉണ്ടാവും. ആ ഒരു കറുത്തിരിക്കുന്ന ആ ഏരിയയിലുണ്ടല്ലോ, അതെല്ലാം കൂടുതലും ഡെഡ് സെൽസ് ആവും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് നമുക്ക് ആ ഒരു തരികൾ കയറി ഇറങ്ങുന്ന സമയത്ത് ആ ഒരു ഡെഡ് സെൽസ് എല്ലാം നന്നായിട്ട് നമുക്ക് റിമൂവ് ആയിട്ട് കിട്ടും. അങ്ങനെ റിമൂവ് ആയിട്ട് കിട്ടുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു പാടുകളെല്ലാം ലൈറ്റൻ ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് പുതിയ സെൽസ് വരുന്ന സമയത്ത് ലൈറ്റർ ആയിട്ടുള്ള സെൽസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പാടുകളെല്ലാം നല്ല രീതിയിൽ ഫെയ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടാനും ഒക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ സ്റ്റീമിങ് ചെയ്യുമോ, ചൂടുവെള്ളം കൊണ്ട് വാഷ് ചെയ്തതിന് ശേഷമോ അപ്ലൈ ചെയ്യുക. വാഷ് ഓഫ് ചെയ്തതിന് ശേഷം നല്ല കൂൾ വാട്ടർ കൊണ്ട് വാഷ് ഓഫ് ചെയ്യുന്നത് നല്ലതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ പാക്ക് അപ്ലൈ ചെയ്യണതെന്നൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഫേസ് പാക്ക് തയ്യാറാക്കിയത്. വളരെ ഈസിയാണ്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഞവരയിൽ കുതിർത്ത് അരച്ച് വെച്ച് നമുക്ക് ഏകദേശം ഒരു 15 ദിവസം വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഫേസ് പാക്ക് തയ്യാറാക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് തയ്യാറാക്കി അപ്ലൈ ചെയ്യാം. ഫുൾ ബോഡിയിലും അപ്ലൈ ചെയ്യാം. കുളിക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്തിട്ട് 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നോർമൽ വാട്ടറിൽ വാഷ് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാക്ക് ഇടാം. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ചെറിയ ചൂടുവെള്ളം കൊണ്ടോ അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീമിങ് ചെയ്തതിന് ശേഷമോ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കുറച്ചും കൂടി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഫേസിലും ബോഡിയിലും ഒക്കെ അപ്ലൈ ചെയ്തു, നെക്കിലും അപ്ലൈ ചെയ്തു. അപ്പോൾ ഞാൻ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിനുശേഷമാണ് വാഷ് ഓഫ് ചെയ്യാനുള്ളത്. അപ്പോൾ വാഷ് ഓഫ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അത് നമുക്ക് വഴിയേ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ പാക്ക് നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് നനച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യണം. ഏകദേശം ഒരു 2 മിനിറ്റ് എങ്കിലും നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് പ്രസ് ചെയ്ത് മസാജ് ചെയ്യേണ്ട, വളരെ പതിയെ മാത്രം മസാജ് ചെയ്ത് കൊടുക്കണം. നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇനി നമുക്കൊന്ന് വൈപ്പ് ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ നമുക്ക് കിട്ടും. നന്നായിട്ട് നമ്മുടെ ഫേസിലെ ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ആവും. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നമ്മുടെ ഫസ്റ്റ് യൂസിലെ ആ ഒരു റിസൾട്ട്. നമുക്ക് വൈപ്പ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നമുക്ക് നന്നായിട്ട് ഡെഡ് സെൽസ് എല്ലാം നല്ല പോലെ തന്നെ റിമൂവ് ആവും.
അതുപോലെ തന്നെ നമ്മൾ ഇത് ഒരു മസാജ് ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് ഒരുപാട് വർഷം പഴക്കമുള്ള ആ ഒരു പാടുകളുണ്ടല്ലോ, അപ്പൊ അതിന്റെ മേലെ ഒരുപാട് ഡെഡ് സെൽസ് ഉണ്ടാവും. ആ ഒരു ഡെഡ് സെൽസ് ഒക്കെ നന്നായിട്ട് നമുക്ക് ഇങ്ങനെ റിമൂവ് ആയിട്ട് കിട്ടും. അപ്പൊ നമ്മളിങ്ങനെ പതിയെ ഇങ്ങനെ വീക്കിലി ഒരു 3 ടൈംസ് ഒക്കെ യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നല്ല പോലെ തന്നെ ആ ഒരു പാടുകളെല്ലാം നല്ല രീതിയിൽ ഫെയ്ഡ് ആവും കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ആ ഒരു പാക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാം ഭയങ്കരമായിട്ട് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് നമ്മുടെ ഫേസിൽ കിട്ടുന്നുണ്ട്. ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ആ ഒരു ബ്രൈറ്റ്നസും സ്കിന്നിന്റെ ആ ഒരു സ്മൂത്ത്നെസ് ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു തരിതരുത്ത ചില സമയത്ത് നമ്മുടെ സ്കിന്നിൽ നമ്മളിങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പരിപരിപ്പൊക്കെ തോന്നും. അപ്പൊ അതിനകത്ത് നമുക്ക് ഡെഡ് സെൽസ് ഒരുപാട് ഉണ്ട് എന്നാണ്. അപ്പൊ നമുക്ക് ഇതിങ്ങനെ നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് വാഷ് ഓഫ് ചെയ്യുമ്പോൾ ആ ഡെഡ് സെൽസ് എല്ലാം കംപ്ലീറ്റ് പോകും. ആ സമയത്ത് സ്കിൻ ഭയങ്കരമായിട്ട് നമുക്ക് സ്മൂത്ത്നെസ്സും സോഫ്റ്റ്നെസ്സും അനുഭവപ്പെടും. നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ആ ഒരു ഫീല് നമുക്ക് നന്നായിട്ട് കിട്ടും കണ്ടോ. നല്ല പോലെ തന്നെ ബ്രൈറ്റ്നസ് ആയിട്ടുണ്ട് നമ്മുടെ സ്കിന്ന്. അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ 10-20 രൂപ നമുക്ക് മുടക്കിയാൽ മതിയാവും. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ വീട്ടിലുള്ളതല്ലേ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് മസ്റ്റ് ആണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.